ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിതേ ഫുൾ ഹാൻഡ് വർക്കുമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എനിക്കറിയാത്തൊരു കാര്യം ഞാനിപ്പോൾ പഠിച്ചു, അതും യൂട്യൂബ് വഴി തന്നെയാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അറിയാത്തവരെന്നെ പോലുള്ളവരുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഫുൾ ഹാൻഡ് വർക്കിലുള്ള ചെക്ക് ഉണ്ടല്ലോ, അതായത് ബോക്സസ് പോലുള്ളത്, അതെങ്ങനെ ചെയ്യാമെന്ന്, അതെങ്ങനെ വരച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ആ ഒരു പാറ്റേൺ പറയുന്നത്. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് അവസാനം നടക്കാതായപ്പോഴാണ് യൂട്യൂബിലൊക്കെ നോക്കിയത് കേട്ടോ. അപ്പോൾ ഇതേ 1 ഇഞ്ചിൻ്റെ ബോക്സാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഞാൻ 1 ഇഞ്ചിൽ ഒരു പേപ്പറിൽ ഒരു കഷ്ണം, ഒരു പീസ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ 1 ഇഞ്ചിൻ്റെ ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടി സുഖമായിരിക്കും കേട്ടോ. അത് ഇതുപോലെ മടക്കണം കേട്ടോ, ഒരു ത്രികോണം പോലെയൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക. ഇത്രേ പണിയുള്ളൂ. ഇനി സിമ്പിളായിട്ട് കഴിയും കേട്ടോ കാര്യങ്ങളൊക്കെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെക്ക് നമുക്ക് കാണുമ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കാമല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ നടക്കില്ല കേട്ടോ. ഞാനിത് 3ാമത്തെ തവണയാണ് ഇതേപോലെ ചെക്കുള്ളത് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റത്തെ ഒരു 4 കൊല്ലം മുന്നെയാണ് ചെയ്തത്, രണ്ടാമത്തെ 1 കൊല്ലം മുന്നെയാണ് ചെയ്തത്, ഇപ്പോൾ 3ാമത്തതാണ്. അപ്പം എനിക്കങ്ങനെ ഫുൾ ഹാൻഡ് നമുക്ക് അത്ര കിട്ടലില്ല, അധികവും ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് കേട്ടോ കിട്ടൽ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി ഇതൊന്ന് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഫസ്റ്റത്തെ ലൈന് മാത്രം വരയ്ക്കാൻ ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈൻസ് വരച്ച് കൊടുക്കണം. ഞാനിത് ഈ സ്കെയിലിൽ 1 ഇഞ്ച് എവിടെ വരെയാണ് വരുന്നത് നോക്കിയിട്ട് ആ ഒരു അളവിനാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ അളവ് ആദ്യം വരച്ച് പോകണം, പിന്നെ സ്കെയിൽ കൊണ്ട് വരയ്ക്കണം, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ സ്കെയിലിൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പിടിച്ചിട്ട് വരച്ച് കൊടുക്കാൻ കേട്ടോ. വെരി സിമ്പിൾ. ഇനി ഒരു പണിയില്ല ഗൈസ്. ഞാനിത് വരയ്ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനൊരു ട്രിക്ക് തന്നെ ഉണ്ട്. മീൻസ് നമുക്ക് അറിയാഞ്ഞിട്ടാണ്. ഞാൻ ഫസ്റ്റത്തെ 2 വർക്ക് എങ്ങനെയായിരുന്നു ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫുൾ ഹാൻഡ് വർക്ക് അങ്ങനെ വരാറില്ല. മിക്കവാറും കുഞ്ഞു വർക്കുകളോ അല്ലെങ്കിൽ മുക്കാ ഭാഗത്തേക്കൊക്കെയുള്ള വർക്കുകളോ അങ്ങനെയൊക്കെയാണ് വരൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ നെക്ക്. ഹെവി ആയിട്ടുള്ള നെക്കാണ് കേട്ടോ. ആര്യ വർക്കാണ് ഫുള്ളായിട്ട് ചെയ്തത്. ആര്യ വർക്കിൻ്റെ ത്രെഡ് കൊണ്ടാണ് കേട്ടോ ചെയ്യണം. ഞാൻ സാധാ ത്രെഡിൽ ചെയ്തിട്ട് ഇതുവരെ ശരിയായി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ബോക്സ് ചെയ്തു, അതിൻ്റെ ഉള്ളിലുള്ള വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പുറത്ത് കൊടുത്തിട്ടാണ്. ഞാൻ പേഴ്സണലി സ്റ്റിച്ച് ചെയ്യാറില്ല, എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല. ഞാൻ 2 വർഷം ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ് കേട്ടോ. പക്ഷേ ഞാൻ പഠിച്ചത് ഇത് മാത്രമാണ്. സ്റ്റിച്ചിങ്ങിൻ്റെ ഏരിയയിലേക്ക് ഞാൻ അറിയാം കേട്ടോ, തീരെ അറിയില്ല എന്നല്ല, പക്ഷേ എനിക്ക് ഒട്ടും അറിയില്ല എന്നാണ് ഞാൻ പറയും. അപ്പോൾ നമ്മളെ സ്ലീവ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ചോക്കുകൊണ്ട് ആ നീല കളറിലൊക്കെ ചോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചെക്കഡ് സ്ലീവ്, ഫുൾ ഹാൻഡ് സ്ലീവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.